സെൽഫ് ഇമ്പോസ്ഡ് കേഴ്സസ്, തന്നെത്താൻ വരുത്തി വെക്കുന്ന ശാപം. ഈ വാക്യം, ഈ പഠിപ്പീര് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ വിശ്വാസികൾക്ക് അറിഞ്ഞോ അറിയാതെ നമ്മളെപ്പോഴും വീഴുന്ന ഒരു കുഴിയാണ്. നമ്മളെന്നിട്ട് അയ്യോ ഞാൻ മഹാഭാവിയാണ്, അയ്യോ എനിക്ക് ആ ബലഹീനതയുണ്ട്, എന്നെ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെ കുഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ അറിയുന്നില്ല, നമ്മൾ വലിയ കുഴി കുഴിച്ചേച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വിനയമാണെന്ന്. ശരിയല്ല. അത് ആരെങ്കിലും ഒരാൾ വിളിച്ചു പറയണ്ടേ, ഞാനങ്ങ് വിളിച്ചു പറയാം. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് നമ്മൾ ഒരിക്കലും നമ്മളെ തന്നെ അഴുക്കാന്ന് ഒരിക്കലും പറയരുത്. അത് പിശാചിൻ്റെ ജോലിയല്ലേ. അവ വചനത്തിൽ പറയുന്നില്ലേ, വെളിപ്പാടി പറയുന്നില്ലേ, അവൻ ദുഷ്ടൻ സദാസമയം ദൈവമക്കൾക്ക് ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. സദാസമയം വാക്യെടുത്ത് വായിക്കാൻ ആത്മാവ് പറയുന്നത്. അവൻ സദാസമയം നമ്മളെ കുറ്റം പറയും. അവൻ്റെ ജോലി അപവാദി എന്നാണ് പറയുന്നത്. നോണ പറയുന്നത്. നമ്മൾ ഈ വക്കീലന്മാർ പറയില്ല അന്യായം, ന്യായമല്ല അന്യായം. ന്യായം കൊടുക്കല്ല, അന്യായമാണ് കൊടുക്കുന്നത്. രണ്ട് സൈഡിൽ അന്യായമുണ്ടെന്നേ. അല്ല പിന്നെ എങ്ങനെ? ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പാടി പറയുന്ന അവൻ അപവാദിയാണ്, സദാസമയം നമ്മളെ കുറ്റം പറയുന്നത്. നമ്മളെന്തിനാ അവൻ്റെ ജോലി ഏറ്റെടുക്കുന്നത്? വെളിപ്പാട് 14. ദുഷ്ടപിശാച് നമ്മളെ അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെളിപ്പാടിൻ്റെ 12:10 പകുതി ഭാഗം തൊട്ട്. നമ്മുടെ സഹോദരന്മാരെ രാപകൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞു. അപ്പം നമ്മളെ ദൈവമക്കളെ, നമ്മളാകാം, നമ്മുടെ ഭർത്താക്കന്മാരാകാം, ഭാര്യയാകാം, അപ്പനമ്മയാകാം, മക്കളാകാം, മരുമക്കളാകാം, കൊച്ചുമക്കളാകാം, നമ്മുടെ ജോലിക്കാരാകാം, നമ്മുടെ കൂട്ടത്തിലുള്ളവരെ മുഴുവൻ സമയവും അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജോലി പിശാചിൻ്റെ. പിന്നെ നമ്മളെന്തിനാ അത് ഏറ്റെടുക്കുന്നത്? എനിക്ക് കഴിവില്ല. ഒരാൾ കഴിഞ്ഞൊരു ദിവസം ഇതേപോലെ ഒരു സ്ത്രീ എന്തോ വർത്തമാനം പറഞ്ഞ് ഡോക്ടറിനോട് എന്തോ ചോദിച്ചു. ഇന്ന ഏതോ ഒരു ഡോക്ടറിനെ അറിയാമോ, നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല. അപ്പം നമ്മൾ പുറത്തായിരുന്നു, ഒന്നാമത് അറിയത്തില്ല. ഉടനെ ആ സ്ത്രീ പറയുന്നത് മറവിയാണോ എന്ന്. നമുക്ക് മറവിയാ, അവർക്കാ മറവി. ചുമ്മാ അതങ്ങ് പറയുക, വാവുകൊണ്ട് എന്താ പറയും, ചുമ്മാ പറയാൻ വേണ്ടി ചെല്ല. ഇങ്ങനെയുള്ള സംസാരമുള്ളവർ മാറി നിൽക്കണം, അവരുടെ നാവ് അടയ്ക്കണം. ആവശ്യമില്ലാത്തത് വിളിച്ചു പറയുന്ന ദുഷ്ടശക്തികൾ, പിശാചിന് കൂട്ടുമായിട്ട് നടക്കുന്ന നാവുമായിട്ട് വിശ്വാസികൾ നടക്കരുത്. അത് ദൈവത്തിന് യോജിച്ചതല്ല. ഏത് കാര്യത്തിനും നന്മയാക്കി പറയാൻ പഠിക്കണം, അത് പഠിപ്പിക്കണം. അതിന് ട്രെയിനിങ് ആവശ്യമുണ്ട്. വളരെ നിർബന്ധമായിട്ട് തന്നെ ആത്മാവ് ഖണ്ഡിതമായിട്ടത് പറയുന്നു ഇപ്പോൾ എന്നോട്. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ്, നീ എന്തിനാ ദുഷ്ടൻ്റെ ജോലി എടുക്കുന്നത്? വാട്ട് ഈസ് കോൾഡ് സെൽഫ് ഇമ്പോസ്ഡ് കേഴ്സസ്. നീ നിന്നെ തന്നെ ശപിക്കുക. അതിനൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഉൽപ്പത്തി 27 റിബേക്ക പറയുകയാണ്, അയ്യോ ഈ ശാപം, അയ്യോ ഇങ്ങനെ പോയാൽ ഞാൻ എങ്ങനെ ഇരിക്കും, ഞാൻ അങ്ങ് ചത്താ മതിയായിരുന്നെന്ന് പറയും. റിബേക്ക പറയുന്നത് ഉൽപ്പത്തി 27:46 വാക്യം. 27:46 ഇങ്ങനെയാണ് വായിക്കുന്നത്. 27:46 ഇങ്ങനെയാണ് വായിക്കുന്നത്. പിന്നെ റിബേക്ക, ഇസഹാക്കിൻ്റെ ഭാര്യയാണ് റിബേക്ക. പിന്നെ റിബേക്ക ഇസഹാക്കിനോട്, ഈ ഹിത്യ സ്ത്രീകൾ നിമിത്തം എൻ്റെ ജീവൻ എനിക്ക് അസഹ്യമായിരിക്കുന്നു. കാരണം യാക്കോബും യേശാവും 2 മക്കളാണുള്ളത് റിബേക്കായ്ക്ക്, ഇസഹാക്കിൻ്റെ മക്കൾ. അതിൽ യാക്കോബിന് കുഴപ്പമില്ല, യാക്കോബ് അനുഗ്രഹം വാങ്ങിക്കേണ്ടിയാണ്. പക്ഷേ ഇസഹാക്കിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ യാക്കോബിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ, യാക്കോബിൻ്റെ ജ്യേഷ്ഠ സഹോദരനായ യേശാവിന് എന്താ പറ്റിയിരിക്കുന്നത്? അവൻ പോയി ഹിത്യ സ്ത്രീകളെ വിവാഹം കഴിച്ചു. അപ്പോൾ അതോടുകൂടി അവന് അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് അമ്മ പറയുകയാണ്, റിബേക്ക ഇസഹാക്കിനോട്, ഭർത്താവിനോട് പറയുകയാണ്, ഈ ഹിത്യ സ്ത്രീകൾ നിമിത്തം എൻ്റെ ജീവൻ എനിക്ക് അസഹ്യമായിരിക്കുന്നു. ഈ ദേശക്കാരത്തികളായ ഇവരെ പോലെയുള്ള ഒരു ഹിത്യ സ്ത്രീയെ യാക്കോബ് വിവാഹം കഴിച്ചാൽ ഞാൻ എന്തിന് പിന്നെ ജീവിക്കുന്നു എന്ന് പറഞ്ഞു. അത് ഞാൻ മരിച്ചാൽ കൊള്ളാമെന്നാണ് പറയുന്നത്. മറ്റവനെ പോയി കഴിച്ചു, എസാവ് പോയി കഴിക്കുകയാണ്, കല്യാണം കഴിച്ചു ഹിത്യ സ്ത്രീയെ. അപ്പം റിബേക്ക പറയും, അയ്യോ ഇങ്ങനെ എൻ്റെ മറ്റേ മോനും കൂടെ കഴിച്ചാൽ ഞാനങ്ങ് മരിക്കുന്നതാണ് നല്ലത്. എന്ത് സംഭവിച്ചു? അതുപോലെ തന്നെ സംഭവിക്കുന്നു, മരിച്ചു എന്നത്. റിബേക്ക പിന്നെ യാക്കോബിന് അനുഗ്രഹം കിട്ടാൻ നേരത്ത് യാക്കോബ് പറയാണ്, യേശാവിൻ്റെ വസ്ത്രം എടുത്തുകൊണ്ട് പോയി അപ്പനിൽ നിന്ന് അനുഗ്രഹം, ആദ്യജാതൻ്റെ അനുഗ്രഹം വാങ്ങിക്കാൻ നേരത്ത് യാക്കോബ് ചോദിക്കുകയാണ്, ഞാൻ പോയി അനുഗ്രഹം വാങ്ങിക്കുമ്പം എൻ്റെ ദേഹത്ത് രോമമില്ല, ഞാൻ മൂത്തവനല്ലെന്ന് മനസ്സിലാക്കി അനുഗ്രഹത്തിന് പകരം ശാപം കിട്ടത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ റിബേക്ക പറയുന്നു, സാരയില്ല, നീ പൊയ്ക്കോ, നിൻ്റെ ശാപം എൻ്റെ മേലിരിക്കട്ടെ എന്ന്. അങ്ങനെ തന്നെ പിന്നെ റിബേക്ക ആ മകനെ കണ്ടിട്ടില്ല ജീവിതത്തിൽ.
എങ്ങനെയുണ്ട്? സെൽഫ് ഇമ്പോസ്ഡ് കേഴ്സസ്, അവനവൻ ശാപം വരുത്. പല വിശ്വാസികളിൽ എനിക്ക് തോന്നുന്നു ഒരു 60% അല്ലെ 70% കൂടുതൽ വിശ്വാസികൾ ഇത് ചെയ്യുന്നുണ്ട്. എനിക്കറിയാവുന്ന ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവരുടെ മക്കൾ നല്ല മിടുക്ക പിള്ളേർ, 3 ആമക്കൾ. അപ്പോൾ ഒരു അനുസരിക്കാത്തപ്പം അമ്മ പറയും, എനിക്ക് വല്ല ക്യാൻസറും വന്നങ്ങ് മരിച്ചാൽ മതി, ഈ കുഞ്ഞുങ്ങൾ അനുസരണമില്ല. അതുപോലെ തന്നെ സംഭവിച്ചു. എനിക്കിതൊക്കെ കാണുമ്പോൾ സങ്കടമാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പോലും നമ്മളെ ശപിക്കല്ലേ, നമ്മുടെ മക്കളെ ശപിക്കല്ലേ, നമ്മുടെ ഭർത്താവിനെ ശപിക്കല്ലേ. അവിടെ നിർത്തി സംയമനം, അതായത് നമ്മൾ ആത്മാവിനെ നിയന്ത്രിക്കാൻ പഠിക്കണം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, റിബേക്ക ചെയ്തതുപോലെ മണ്ടത്തരം കാണിക്കരുത്. ഐ വിഷ് ഐ വെയർ ഡെഡ്, സെൽഫ് ഇമ്പോസ്ഡ് കേഴ്സസ്. ഇറ്റ്സ് എ ടെറിബിളി ഡേഞ്ചറസ് തിങ്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 27 യേശു ക്രിസ്തുവിനെ ക്രൂശ് മരണത്തിൽ കയറ്റുന്നതിന് മുമ്പ് പീലാത്തോസിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നൊരു ഭാഗമാണ്. അവിടെ നിന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 27:24 ഇങ്ങനെയാണ് വായിക്കുന്നത്. ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണുക കൈ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്കൊരു കുറ്റമില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. അങ്ങനെ അവർ ബറബ്ബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു, യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് ക്രൂശിക്കേണ്ടതിനെ ഏൽപ്പിച്ചു. എന്താണ്? പീലാത്തോസ് പറഞ്ഞു, യേശു എന്ന വലിയ ഞാനൊരു പാപവും കാണുന്നില്ല, ഞാനതുകൊണ്ട് വെള്ളമൊഴി കഴുകി എൻ്റെ കൈപാടുക. ഹീ വാസ് മച്ച് മോർ ക്ലവറർ ദാൻ അതർ പീപ്പിൾ. എന്നാൽ ഇസ്രായേൽ യഹൂദ ജനം ആരെ രക്ഷിക്കാൻ വന്നു? യഹൂദരെ രക്ഷിക്കാൻ വന്നു. യേശുവിൻ്റെ മുമ്പിൽ അവർ പറയുന്നു, അവൻ്റെ പാപം എൻ്റെയും ഞങ്ങളുടെ തന്നെയല്ല, ഞങ്ങളുടെ മക്കളുടെ മേലും വീഴട്ടെ. ഇന്നും യഹൂദന്മാർ അവർക്ക് നിൽക്കാൻ വയ്യാത്ത പോലെ ശാപം അവർ തന്നെ വാങ്ങിച്ചു വെച്ചതാണ്. എന്തുകൊണ്ടാണ് ഹിറ്റ്ലർ കൊന്നത്? ഈ ലോകത്തിലെങ്ങും ഇല്ലാത്ത പോലെ ഹിറ്റ്ലർ യഹൂദന്മാരെ തന്നെ ചൂസ് ചെയ്ത് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോയി എല്ലാത്തിനും പുകച്ച് തീ കത്തിച്ച് കൊന്നത്. എത്രയോ മില്യൺസ് ഓഫ് യഹൂദന്മാരെയാണ് കൊന്നത്. അന്ന് വാങ്ങിച്ച ശാപം ഇന്നും തലമുറ മേൽ വയ്ക്കുകയാണ്. ഇന്നും എന്തുകൊണ്ട് അവർക്കവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല? തന്നെത്താനെ ശാപം വാങ്ങിച്ചു വെക്കുന്നു. എന്താണ്? ഇന്ന് യേശു ആരെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. സ്വന്തം ജനത്തെ രക്ഷിക്കാൻ വന്നിട്ട് അവരെ ഉൾക്കൊള്ളാൻ വയ്യ. അപ്പോൾ പിതാവ് പിന്നെ അവരെങ്ങനെ? എന്നാലും പിതാവ് സ്നേഹം കൊണ്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അവർ നിൽക്കുന്നു, ഉന്മൂലനാശമാകാതെ പോയിരിക്കുന്നു. അപ്പോൾ തന്നെത്താനെ ശപിക്കുന്നത് ഒരു വലിയ ശാപം തന്നെ. ബാരൻനെസ് ഈസ് എ കേഴ്സ്. മക്കളുണ്ടാകാതിരിക്കുന്നത്, അഭിവൃദ്ധി ഉണ്ടാകാതിരിക്കുന്ന, സ്ഥലങ്ങൾ ഭൂമി പ്രയോജനപ്പെടാതിരിക്കുന്ന ഒക്കെ ശാപങ്ങളാണ്. റിലീസ് ദം. അതുകൊണ്ടാണ് ഭൂമിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ എപ്പോഴും പുള്ളിയാറെ തമിഴ്നാട്ടിലെ സ്ഥലത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ അതൊരു ഭാരമാണ്, അതൊരു ശാപമാണ്, വെറുതെ വാങ്ങിച്ചിട്ടല്ലോ എന്ന് പറയും. പക്ഷേ പിന്നെ ദൈവം പറഞ്ഞു, അനുഗ്രഹ ഭൂമി, ദൈവം തന്ന ഭൂമി, വിശുദ്ധ ഭൂമി, ദൈവത്തിൻ്റെ ദൂതന്മാർ കയറി ഇറങ്ങുന്ന ഭൂമി. അങ്ങനെ എത്രയോ മാസം പ്രാർത്ഥിച്ചിട്ടാണ് അവിടെ അനുഗ്രഹം വന്നതെങ്കിൽ അതെന്നെ ഒരു പാഠം പഠിപ്പിച്ചു. അതുപോലെ നമ്മുടെ മക്കളെ കൂടെ അനുഗ്രഹിക്കുക. അനുഗ്രഹ മക്കൾ, അവരുടെ ഹൃദയം നല്ല വയൽ, അവിടെ നല്ല വിത്ത് വീഴുന്നു, നല്ല വൃക്ഷം കിളുക്കുന്നു. ജീവവൃക്ഷം അല്ലാത്ത എല്ലാ അപ്പച്ചൻ പറിച്ചു കളയുന്നു. അപ്പച്ചൻ ക്രിസ്തുവാകുന്ന ദൈവം അല്ല, പിതാവാം ദൈവം തോട്ടക്കാരൻ, യേശു ക്രിസ്തു മുന്തിരി, അതിൻ്റെ വള്ളികളായിട്ട് ചേർത്ത് വെച്ചിരിക്കുന്ന മക്കൾ അതിന്മേൽ ഫലം കായ്ക്കുന്നു, നിറച്ചു ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നു. പറയാനറിയാമോ? എളുപ്പമാ അങ്ങനെ ബ്ലസ് ചെയ്യാൻ. അല്ലാതെ അല്ലെങ്കിൽ അവരുടെ പേരോർത്ത് നമ്മൾ ആദ്യം അവരുടെ ബലഹീനതകളെ ഓർക്കുന്നത്. എല്ലാവരെയും അനുഗ്രഹിക്കുക ഇങ്ങനെ പറഞ്ഞ് നമ്മൾ അനുഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ നമ്മളോട് ദൈവം പറയുന്നത്, ഈ ബാലാമിനെ വിളിച്ചുകൊണ്ട്, ബാലാക്ക് എന്ന് പറഞ്ഞ രാജാവ് ഇസ്രായേൽ ജനതയെ ശപിക്കാൻ വേണ്ടി ബാലാം എന്ന പ്രോഫറ്റിനല്ലേ പ്രവാചകനെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവരെ ശപിക്കാൻ പറഞ്ഞു. പക്ഷേ അവൻ്റെ നാവ് തുറന്നപ്പോൾ അവൻ അനുഗ്രഹമല്ല അതൊന്നും ദൈവം പറയിപ്പിച്ചില്ല, അവൻ്റെ നാവിനെ അടച്ചു. അതുപോലെ വേറൊരു എക്സാമ്പിളാണ് എലിസബത്തിന് യോഹന്നാൻ സ്നാപകൻ ഉണ്ടാകുന്നതിന് മുമ്പ് സക്രിയയ്ക്ക് സംശയമുണ്ട്. അതുകൊണ്ട് സംശയത്തിൽ സംസാരിക്കാതിരിക്കാൻ ശിശു ഉണ്ടാകുന്നിടം വരെ, അത് ഉണ്ടാകുക തന്നെയല്ല, അവന് പേര് കൊടുക്കുന്നിടം വരെ സക്കറിയയുടെ നാവിനെ അടച്ചു കളഞ്ഞു, ശാപം വരുത്താതിരിക്കാൻ. അപ്പം നമ്മൾ നമ്മുടെ അടുത്ത തലമുറകൾക്ക് ശാപം വരുത്താതിരിക്കാൻ വേണ്ടി വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയണേ, തന്നെത്താനെ ശപിക്കരുതേ, മറ്റുള്ളവരെ ശപിക്കരുതേ. നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നുകൊണ്ട് ആത്മാവിൽ പ്രചോദനമുള്ളവരായിട്ട് അനുഗ്രഹിക്കുന്നവരായി മാറുക. സോളിഷ് പ്രെയർ ഈസ് ഓർ അട്ടറൻസ് ഈസ് ഓൾസോ എ കേഴ്സ്. അതായത് എൻ്റെ ജഡത്തിൽ കൂടെയുള്ള പ്രാർത്ഥന ദൈവത്തിന് സ്വീകരിക്കാൻ ഒക്കത്തില്ല. അതിനകത്താണ് എൻവി, ജലസി,
അതായത് മറ്റുള്ളവരോടുള്ള അസൂയ, കുശുമ്പ്, നമ്മുടെ മാത്രം നന്മ ആഗ്രഹിക്കുക, ഈ ഭൂമിയിലുള്ളതെല്ലാം എൻ്റേതെന്ന് ചിന്തിക്കുക, ഇതെല്ലാം പിശാചിൻ്റെ തരത്തിലുള്ളതാണ്. അതെല്ലാം റിബ്യൂക്ക് ചെയ്യണം. അപ്പോൾ ഈ അൺസ്ക്രിപ്ചറൽ കവനൻ്റ്, അതായത് ദൈവത്തോട് യോജിക്കാത്ത വ്യക്തികളോടുള്ള ബന്ധം അഴിഞ്ഞു മാറിപ്പോകണം. അത് ശരിയല്ല, അത് ശാപമാണ്, അതൊക്കെ ശാപമുണ്ടാക്കി വെക്കും. അതെന്തിനാണ്? ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു വ്യക്തിയുമായിട്ട്, ഒരു ദൈവത്തെ അറിയാത്തവരാണ്. എന്താണ് വിശ്വാസി അവിശ്വാസിയും തമ്മിൽ എന്ത് ബന്ധം? വിവാഹ ജീവിതത്തിൽ സത്യദൈവത്തെ അറിയുന്നവനും ദൈവത്തെ അറിയാവുന്ന പേര് പറയുന്നവനും രണ്ട് തട്ടാണ്. ഇതൊക്കെ അറിയണമെങ്കിൽ ആത്മാവിന്. പിന്നെ പണ്ട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ എഴുന്നള്ളി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് തെറ്റ് പറ്റിയല്ലോ എന്ന്. നമുക്കതുകൊണ്ട് പ്രാർത്ഥിച്ച് സ്വന്തമായിട്ട് ഞാനങ്ങ് മരിച്ചാൽ മതി, എനിക്ക് ബന്ധനമാണ്, അയ്യോ എനിക്ക് രോഗമാണ്, ഇങ്ങനെയൊന്നും ആരെക്കൊണ്ടും പറയിപ്പിക്കരുത്. അയ്യോ എനിക്ക് വയ്യ, ഞാൻ ഇന്ന് ചത്തുപോകും, അതെല്ലാം പിശാചിൻ്റെ നാവാം. എല്ലാം ഞാൻ എൻ്റെ കർത്താവിൻ്റെ. അടുത്തിടെ ഒരു പാസ്റ്ററിൻ്റെ ഭാര്യയെ കാണാൻ പോയി. അവർക്ക് തളർന്ന് കിടക്കുകയായിരുന്നു. അവർക്ക് ഭർത്താവ് മരിച്ചുപോയി. അവർ ചെന്ന് കിടക്കുകയാണ്. അവർക്ക് എഴുന്നേക്കാൻ പോയി. അവർ ഞാൻ എഴുന്നേക്കും, ഞാൻ ജീവിച്ചിരിക്കും, ഞാൻ ദൈവം. അത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാ അവർക്ക് മരുന്ന് കർത്താവേ? അവരുടെ ഉള്ളിൽ ദൈവബലമുണ്ട്. ഞാൻ പോയി പ്രാർത്ഥിച്ചു വന്നു. ദൈവം അവരെ ഇപ്പം ജീവനുള്ളവരായിട്ട് മിടുക്കിയായിട്ട് നടത്തുന്നു. ഇതൊക്കെ നടക്കുന്നു ജീവിതത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. അത് സെൽഫ് ഇമ്പോസ്ഡ് കേഴ്സസ്, അവനവനെ തന്നെ ശപിക്കുന്ന ഈ വലിയ ശാപകരമായ സ്വഭാവം ഞങ്ങൾക്കുണ്ട്. വിശ്വാസികൾക്ക് കൂടുതൽ അതെടുത്തു കളയാൻ ഞങ്ങളെ പഠിപ്പിക്കണം. അതാ ഞങ്ങളുടെ നാവ് കൊണ്ട് തന്നെത്താനെ ശപിക്കും. എനിക്ക് കുറവുണ്ട്, ഞാൻ പാപിയാണ്, ഞാൻ മഹാപാപിയാണ്, എന്നെക്കൊണ്ടൊന്നിനും കഴിയത്തില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന എല്ലാം പിശാചിൻ്റെ നാവുകളാണെന്ന്. സെൽഫ് ഇമ്പോസ്ഡ് കേഴ്സസ് ആണ്. അത് എപ്പോഴും എങ്ങനെ ആരുടെ ഹൃദയത്തിലും പഠിപ്പിക്കാനൊക്കത്തില്ല. പരിശുദ്ധാത്മാവ് വന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ പറയുന്നവരുടെ ഹൃദയങ്ങളിലേക്ക് ദൈവം വിളിച്ച് ഇട്ട് കൊടുത്തിട്ട് പഠിപ്പിച്ചെടുക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ മക്കളും മരുമക്കളും, ഞങ്ങളിലെ അടിയങ്ങളുടെ ഭർത്താവും മലമക്കളും മേലും ഒരു നീതി ഫലിക്കരുതേ അപ്പച്ച. ഇങ്ങനെയുള്ള ശാപങ്ങൾ അഴിഞ്ഞു പോയിട്ട് ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട മകള്. ദൈവത്തിൻ്റെ വിശുദ്ധ ഭൂമിയാണിത്. ഇവിടെ ദൈവത്തിൻ്റെ വയലാണ്. ഇതിനകത്ത് ദൈവത്തിൻ്റെതല്ലാതെ ഒന്നും കിളുക്കത്തില്ല. കർത്താവിൻ്റെ ജീവവൃക്ഷമാണ് നമ്മുടെ കുടുംബത്തിൽ. ഞാനും എൻ്റെ കുടുംബം ഞങ്ങൾ യഹോവയെ സേവിക്കും. നിന്നാൽ ഞങ്ങൾ പടക്കൂട്ടത്തിന് ഞങ്ങൾ കയറി പാഞ്ഞു ചെല്ലും. നിന്നാൽ ഞങ്ങൾ മതിലുകൾ ചാടിക്കയറും. അങ്ങനെ പറഞ്ഞ് ജയമെടുക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചാട്ട്. അവിടുന്ന് അത് ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചെന്ന് നന്ദി പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.